സ്ത്രീകളിലെ ഗർഭധാരണത്തിന് മുൻപും ശേഷവും പ്രസവാനന്തരവും ദന്തപരിചരണം പ്രധാനമാണ്. ഡെൻ്റൽ സർജൻ ഡോക്ടർ രഞ്ജിനി പ്രേക്ഷകരുടെ അറിവിലേക്കായി അവരുടെ വിലപ്പെട്ട അറിവുകൾ സിറ്റി ചാനലുമായി പങ്കുവയ്ക്കും. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് WDCയുടെ നേതൃത്വത്തിലുള്ള സൗഖ്യ എ വുമൻസ് ഹെൽത്ത് ഇസ് അവർ ക്യാപിറ്റൽ എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ നോർത്ത് മലബാർ ബ്രാഞ്ച് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ്. ഡോക്ടർ, ഗർഭിണിക്ക് ദന്തപരിചരണം ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്? ദന്തസംരക്ഷണം നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഗർഭാവസ്ഥയിലും കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്തുമുള്ള ദന്തസംരക്ഷണം വളരെ പ്രാധാന്യമേറിയതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2 നേരമുള്ള ബ്രഷിംഗ് തന്നെയാണ്. കൂടാതെ പല്ലുകൾക്കിടയിൽ കുടുങ്ങുന്ന ഭക്ഷണ സാധനങ്ങൾ ഡെൻ്റൽ ഫ്ലോസ് ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സമീകൃത ആഹാരം കഴിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള കാൽസ്യം ഗുളികകൾ കഴിക്കുക, ഇതൊക്കെ ഈ സമയത്ത് ചെയ്യേണ്ടതാണ്. ഡോക്ടർ, ഗർഭാവസ്ഥയ്ക്ക് മുന്നേ ഉള്ള ദന്തസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഗർഭാവസ്ഥയിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ പല്ലിൻ്റെ മോണയുടെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മോണരോഗം തടയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മോണരോഗമുള്ളപ്പോൾ കുട്ടി മാസം തികയാതെ ജനിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതുപോലെ കേടുവന്ന പല്ലുകളെല്ലാം അടച്ച് സൂക്ഷിക്കേണ്ടതാണ്. കാരണം നമുക്ക് എല്ലാ സമയത്തും ഗർഭകാലത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുകയില്ല. ഗർഭകാലത്തിലെ 4, 5, 6 മാസങ്ങളാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഉത്തമം. അതുകൊണ്ട് അതിന് മുൻപേ ഉള്ള കാലത്തും 7, 8, 9 മാസങ്ങളിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് കേടുള്ള പല്ലുകളെല്ലാം അടച്ച് സംരക്ഷിക്കേണ്ടത് ഈ സമയത്ത് ആവശ്യമാണ്. ഡോക്ടർ, ഗർഭാവസ്ഥയ്ക്ക് മുന്നേ ഉള്ള ദന്തസംരക്ഷണം എന്തൊക്കെയാണ്? ഏതൊക്കെ രീതിയിലാണ്? ഗർഭാവസ്ഥയ്ക്ക് മുൻപേ തന്നെ കേടുവന്ന പല്ലുകൾ അടയ്ക്കുകയും അടച്ച് രക്ഷപ്പെടുത്താൻ കഴിയാത്ത പല്ലുകൾ എടുത്തു കളയുകയും ചെയ്യണം. ശരിയായ ദന്തശുചിത്വം പാലിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. വായനാറ്റമോ മോണവീക്കമോ മോണയിൽ നിന്ന് രക്തം വരിക അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദന്തരോഗ വിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരം പല്ല് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാൽസ്യം ഗുളികകൾ കൃത്യമായിട്ട് കഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഗർഭാവസ്ഥയിൽ പല്ലിൻ്റെയും എല്ലിൻ്റെയും ബലക്ഷയത്തിന് കാരണമാവുകയും പല്ലുകൾ നീങ്ങിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. ഡോക്ടർ, ഈ പ്രസവാനന്തരം ഏതൊക്കെ രീതിയിലാണ് ദന്തം സംരക്ഷിക്കേണ്ടത്? അതായത് അതിൻ്റെ ഒരു രീതികൾ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അത് അറിയണമെന്നില്ല. ഗർഭാവസ്ഥയിൽ ചെയ്യുന്ന ദന്തസംരക്ഷണ രീതികൾക്ക് പുറമെ പ്രസവാനന്തരം കാൽസ്യം കൂടുതലുള്ള ഭക്ഷണം ശരീരത്തിന് ആവശ്യമുള്ളതുകൊണ്ട് പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പല്ല് വൃത്തിയാക്കാൻ വേണ്ടി ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ മോണയുടെ ആരോഗ്യം നിലനിർത്തേണ്ടത് ആ സമയത്തും വളരെ ആവശ്യമാണ്. ഡോക്ടർ, മുലയൂട്ടുന്ന സമയത്ത് സാധാരണ സ്ത്രീകൾ കാൽസ്യം കുറയും. അപ്പോൾ ഈ സമയത്ത് പല്ലിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? പല ആളുകളും പറയാറുണ്ട്, പ്രസവത്തിന് ശേഷം എൻ്റെ പല്ലുകളെല്ലാം പോയി, അതിനു മുമ്പ് എൻ്റെ പല്ലുകൾ വളരെ നല്ല പല്ലുകളായിരുന്നു എന്ന്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മുലയൂട്ടുന്ന സമയത്ത് അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് കുഞ്ഞിനാവശ്യമുള്ള കാൽസ്യം ലഭിക്കുന്നത്. ആ സമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമുള്ള കാൽസ്യം അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രം ആ കാൽസ്യം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിൽ എന്നതുപോലെ തന്നെ മുലയൂട്ടുന്ന സമയത്തും ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാൽസ്യം ഗുളികകൾ കൃത്യമായിട്ട് കഴിക്കേണ്ടതാണ്. അതുപോലെ സമീകൃത ആഹാരം കഴിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതാണ്. പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ, ചിലതരം നട്ട്സ്, അത്തിപ്പഴം, ബദാം, ആ രീതിയിലുള്ള നട്ട്സ്, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഈ രീതിയിൽ കുറഞ്ഞു പോകുമ്പം ആണ് പല്ല് പൊള്ളയായി പോവുകയാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും ഈ ഗർഭിണിയായ സ്ത്രീ മനസ്സിലാക്കണമെന്നില്ല. ഗർഭിണിയായിരിക്കുമ്പോൾ മാത്രമല്ല, അതിനുശേഷമായിരിക്കും പല്ലിങ്ങനെ പോടായി പോകുന്നത്. പല്ല് പൊട്ടിപ്പോവുകയാണ് ചെയ്യുക സാധാരണ രീതിയിൽ. ഈ ഒരു കാര്യം പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് കൃത്യമായ കാൽസ്യം ഈ ഗർഭധാരണത്തിന് ശേഷവും കുട്ടിക്ക് പാല് കൊടുക്കുന്ന കാലം അത്രയും കാൽസ്യം ഗുളികകൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ നമുക്ക് നൽകിയ ഈ വിലപ്പെട്ട അറിവുകൾ നമ്മുടെ സമൂഹത്തെ ആരോഗ്യമുള്ളതാക്കി മാറ്റും. ഈ അറിവുകൾ
നമ്മൾ പിന്തുടരുക.